പാസ്റ്റർ സുഭാഷിന്റെ കൂട്ടുകാരൻ ബൈബിൾ സ്കൂളിൽ പഠിച്ച പാസ്റ്റർ സിബി എന്ന് പറഞ്ഞ ഒരു ദേവദാസന്റെ അയൽവക്കക്കാരനാണ് ഞാൻ. അങ്ങനെ ആ നിലയിലാണ് ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും സ്വർഗം ഈ നല്ല സമയത്തെ അടിയിൽ ഒരുക്കിയത്. ഞാൻ കേരളത്തിൽ പുനലൂരാണ്. പുനലൂരിൽ നിന്ന് വന്നിട്ട് 72 വന്നതാണ്. ഏകദേശം 53 വർഷം ഇവിടെ കർണാടകയിൽ വന്നിട്ട് ബാംഗ്ലൂരിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മംഗലാപുരത്ത് ഇപ്പോൾ വന്നിട്ട് മംഗലാപുരത്ത് ഞങ്ങൾ വന്നത് ഈ സിറ്റിയിൽ ശുശ്രൂഷപരമായിട്ട് വന്നിട്ട് 27-28 വർഷമായി. പഠിച്ചൊക്കെ കേരളത്തിൽ 1-ാം ക്ലാസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന്റെ മലയാളത്തിന്റെ അറിവേ ഉള്ളൂ. എങ്കിലും വീട്ടിൽ സംസാരിക്കുന്നത് പക്ക മലയാളം തന്നെയാണ്. ശുശ്രൂഷ കൂടുതലും കന്നഡയിലാണ്. എങ്കിലും ദൈവസന്നിധിയിലെ ഇത്രത്തോളം പേരുടെ മധ്യത്തിൽ സാക്ഷിയാകുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദൈവദാസന്മാർക്കും ദൈവജനത്തിനും സ്തോത്രം. വളരെ നന്ദി. ഞങ്ങളുടെ കർണാടകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം കർണാടക എന്നുള്ളത് സൗത്ത് ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇവിടെയൊക്കെ വളരെ നിയമങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. ആന്റി കൺവെൻഷൻ ബില്ലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ കോൺഗ്രസ് ഗവൺമെന്റ് ഉള്ളത് കൊണ്ട് കുറച്ച് പ്രശ്നമില്ല. എങ്കിലും സുവിശേഷം കേരളത്തിലെ പോലെങ്ങും ചെന്ന് പറയുവാനൊന്നും പറ്റാത്ത ഒരു രാജ്യമാണ്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അല്പസമയത്തെ മലയാളം നല്ല മലയാളമല്ല എങ്കിലും നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്പസമയത്തെ വചന ധ്യാനത്തിനായി നമുക്കൊരു വചനം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു 3-4 പോയിന്റാണ് പറയാൻ പോകുന്നത്. ഒന്ന്, അതിൽ പ്രധാനമായ ആ പോയിന്റ് ലക്ഷ്യം എന്നുള്ളത് കർത്താവ് നമുക്ക് വേണ്ടി ആദ്യമേ എന്തെല്ലാം ചെയ്തു. കർശനമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ദൈവമല്ല, നമ്മളെ തിരഞ്ഞെടുത്തൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ്. ഇന്ന് മനുഷ്യനെ തിരഞ്ഞെടുക്കുവാൻ, ദൈവത്തെ പോലും തിരഞ്ഞെടുക്കുവാൻ ഇന്ന് മനുഷ്യൻ നടക്കുക. കാരണം ഇന്ന് പച്ചക്കറി മേടിക്കുന്ന പോലോ വേറൊരു സാധനം മേടിക്കുന്ന പോലോ ഇന്ന് ദൈവത്തെ തിരഞ്ഞെടുക്കുക. പല ദൈവങ്ങളുടെ ഇടയ്ക്ക് ഒരു ദൈവത്തെ തിരഞ്ഞെടുത്ത് വീട്ടിലേക്ക് വില കൊടുത്തുകൊണ്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അങ്ങനെ ഒരു ദൈവത്തെ അല്ല നമ്മളെ ആരാധിച്ചത്. നമ്മളിൽ പലരും അങ്ങനെ ദൈവത്തെ ആരാധിച്ചവരുണ്ട്. ഇന്ത്യയുടെ ബാക്ക്ഗ്രൗണ്ടേ അതാണ്. സ്തോത്രം. എന്നാൽ നമ്മൾ അങ്ങനെ ഒരു ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് യേശു പറഞ്ഞു, അവിടെ പറയാൻ കഴിയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നാം തിരഞ്ഞെടുത്തതല്ല, നമ്മളെ തിരഞ്ഞെടുത്തതാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മളെ കുറിച്ചുള്ള തിരഞ്ഞെടുപ്പിന്റെ ആദ്യം അത് കർത്താവാണ് ചെയ്തത്. നമ്മൾ കർത്താവിനെ തിരഞ്ഞെടുത്തതല്ല. ഇന്ന് ലോകക്കാർ ചെയ്യുന്നത് പോലെ ഏതോ ഒരു ദൈവത്തിനെ പോയി ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ട ദൈവം എന്ന് പറഞ്ഞ ദൈവമുണ്ട്, അതിനെ കൊണ്ട് ഭവനത്തിൽ പ്രതിഷ്ഠിച്ചതല്ല. കർത്താവ് നമ്മളോട് മനസ്സലിഞ്ഞ് നമ്മളെ തെരഞ്ഞെടുത്തു. എത്രയോ നമ്മളെക്കാട്ടിലും പ്രാഗൽഭ്യത ഉള്ളവരും സ്വത്തുള്ളവരും വലിയ വിദ്യാഭ്യാസം ഉള്ളവരും വലിയ ശ്രേഷ്ഠതയുള്ളവരും കുടുംബശ്രേഷ്ഠത ഉള്ളവരൊക്കെ നമ്മുടെ ചുറ്റുകളൊക്കെ ജീവിക്കുമ്പോൾ അവർ ഇന്നും കല്ലിനെയും മണ്ണിനെയൊക്കെ വണങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനെയൊക്കെ മധ്യത്തിൽ കർത്താവിന് നമ്മളോട് കരുണ തോന്നി അവൻ നമ്മളെ തെരഞ്ഞെടുത്തു. അതാണ് പറയുന്നത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, സ്തോത്രം, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമ്മളെ തെരഞ്ഞെടുത്തതാണ്. അത് പത്രോസ് പറയുമ്പോൾ 1 പത്രോസ് 1:10 പറയുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പിനെയും, ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. 1 പത്രോസ് 1:10 എടുത്തവർക്ക് വായിക്കാം. അവിടെ പറയും, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും ഉറപ്പാക്കുവാൻ 2 പത്രോസ് ആണെന്ന് തോന്നുന്നു. 2 പത്രോസ് 1:10 അധികം ശ്രമിപ്പിൻ എന്നൊരു വചനമുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശനം ധാരാളമായി ലഭിക്കും. നമ്മളെ തെരഞ്ഞെടുത്ത, നമ്മളെ വിളിച്ചു, വേർതിരിച്ചു. പ്രൈസ് ദി ലോർഡ്.
തന്റെ വേലയിലായവർ അനേകരുണ്ട്, ദൈവമക്കളായി ജീവിക്കുന്ന അനേകരുണ്ട്. സ്തോത്രം. ഇത് രണ്ടിൽ കൂടെ ദൈവം ഉദ്ദേശിക്കുന്നത് അവന്റെ സാക്ഷിയാകുവാനാണ്. സ്തോത്രം. ഇന്ന് പറയാൻ കഴിയും, ഒരുപക്ഷെ പറയുന്നവരുണ്ട്, സുവിശേഷമില്ലാതെ ഞങ്ങളുടെ ഭാഷയാക്കിയിരിക്കും. അല്ല, പ്രൈസ് ദി ലോർഡ്. ഓരോ ദൈവമക്കളും ഓരോ സുവിശേഷകരായിട്ടാണ് കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഓരോരുത്തരെയും ആ യേശു കർത്താവിന്റെ ആ ഒലിവുമലയിൽ അവൻ സ്തോത്രം സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഏകദേശം 500 പേരോളം ഉണ്ടെന്നാണ് ഒരു കണക്ക്. 500 പേരോളം ഉണ്ടായിരുന്നു എന്നൊരു കണക്കുണ്ട്. 500 പേരും അപ്പോസ്തലന്മാരല്ലായിരുന്നു. അപ്പോസ്തലന്മാര് 12 പേരെ ഉള്ളായിരുന്നു. സ്തോത്രം. 500 പേര് ശിഷ്യന്മാരല്ലായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ കർത്താവിനെ പിൻപറ്റുന്നവരും വിശ്വസിക്കുന്നവരുമായിരുന്നു. സ്തോത്രം. അവരുടെ എല്ലാവരോടുമാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് അല്ലെങ്കിൽ യെരൂശലേമിലും യഹൂദായിലും ശമര്യായിലും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും വിളിച്ചതും നമ്മൾ ഓരോരുത്തരെയും നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നതും നമ്മൾ ആയിരിക്കുന്ന ദേശത്തെ കർത്താവിന്റെ സാക്ഷ്യത്തോടെ ആയിരിക്കും. സാക്ഷ്യം പറയുക എളുപ്പമാണ്, പക്ഷെ സാക്ഷ്യം പറയണം. സാക്ഷ്യം പറയുന്നതിലും പ്രൈസ് ദി ലോർഡ് സാക്ഷിയായി ജീവിക്കുന്നതാണ് എഫക്റ്റ്. നമ്മൾ പറയുന്ന വാക്കുകളെക്കാട്ടിലും നമ്മുടെ ജീവിതമാണ് ജനം ശ്രദ്ധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വാക്കുകളൊക്കെ നമുക്ക് ഭജനം പഠിച്ചൊക്കെ അങ്ങ് പറയുവാൻ കഴിയും, മനപ്പാടമൊക്കെ പറയാൻ കഴിയും, സുവിശേഷം നമുക്ക് പറയുവാൻ കഴിയുന്നു, കാരണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. എന്നാൽ നമ്മൾ പറയുന്ന വാക്കുകളെക്കാട്ടിലും കൂടുതൽ സ്തോത്രം നമ്മുടെ ജീവിതമാണ് ജനം ശ്രദ്ധിക്കപ്പെടുന്നത്. സാക്ഷികളാകുകയെന്നാ പറഞ്ഞത്, സാക്ഷി പറയുവാനല്ല പറഞ്ഞു. സാക്ഷി പറയുന്നതിൽ തെറ്റൊന്നുമില്ല. സാക്ഷി ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് സാക്ഷ്യം പറയണം. എന്നാൽ സാക്ഷികളാകുക, നമ്മളായിരിക്കുന്ന ദേശത്തെ നമ്മൾ സാക്ഷികളാകുക എന്ന് പറഞ്ഞാൽ ജീവിച്ച് കാണിക്കുക. സഹോദരന്റെ രക്ഷകൻ യേശുവാണ്. ഞാൻ യേശുവിൽ വിശ്വസിച്ചിരിക്കുന്നു. നോക്കിയേ, തെസ്സലോനിക്ക സഭ വായിക്കണമെന്നില്ല. 1 തെസ്സലോനിക്ക 1-ാം അധ്യായം വായിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഭാഗമാണ്. 1:1. മക്കെദോനിയയിലും അഖായിലും സ്തോത്രം സകലയിടത്തും നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു, നിങ്ങൾ എന്തിനെയൊക്കെ വിട്ടു വന്നിരിക്കുന്നു എന്ന് സ്തോത്രം. അത് മാത്രമല്ല, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വരുന്നുവെന്ന് അവിടുള്ള ജനം നന്നായി പറയുന്നെന്നാ പറയുന്നത്. സ്തോത്രം. ഇന്ന് ആ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ സമയമില്ല. എങ്കിൽ അവിടെ കാണാൻ കഴിയുന്നു, നമ്മളെ കുറിച്ചൊരു സാക്ഷ്യം ദേശത്തുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായി തീരണം. നമ്മുടെ ജീവിതം കണ്ടിട്ട് അനേക യേശുവിലേക്ക് കടന്നു വരുന്ന ഒരളവിൽ നമ്മൾ പറയുന്നതല്ല വിഷയം, സ്തോത്രം, നമ്മൾ ജീവിക്കുന്നതാണ് വിഷയം. നമ്മൾ ജീവനുള്ള സാക്ഷികളാകുവാനാണ്. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവീൻ. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തത് അവന്റെ സാക്ഷികളാകുവാനാണ്. നമ്മൾ അവനെ തിരഞ്ഞെടുത്തതല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളെ തിരഞ്ഞെടുത്തത് അവന്റെ സാക്ഷികളാകുവാൻ. അവിടെ 15-16 പറയുന്നത്, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടത്. അങ്ങനെയാണ് എന്നെയും നിങ്ങളെയും കർത്താവ് തിരഞ്ഞെടുത്തത് ഫലം കായ്ക്കുവാനാ. ആർക്കു വേണ്ടി ഫലം കായ്ക്കാനാ? തിരഞ്ഞെടുത്തവന് വേണ്ടി ഫലം കായ്ക്കുവാനാ തിരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം കർത്താവിന് ഫലം കായ്ക്കേണ്ടതിന്. സ്തോത്രം. ഒരു ഇത് 15-ാം അധ്യായത്തിന് പറയുന്നുണ്ട്, ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ പറയുന്നു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നത് കൊണ്ട് പിതാവ് മഹത്വപ്പെടുമെന്ന് പറയുന്നു. ഞാനും നിങ്ങളുടെയും ഫലം ഏത് നിലയിലുള്ളതാണ്? പ്രൈസ് ദി ലോർഡ്. യെശയ്യാവിലെ 5-ൽ പറയുന്നല്ലോ, സ്തോത്രം, വളരെയധികം ആ തോട്ടക്കാരൻ അധ്വാനിച്ചു, നല്ല ഫലത്തിന് വേണ്ടി കാത്തിരുന്നു, കായ്ച്ചതോ കയ്പ് മുന്തിരിങ്ങ അത്രേ. ഇന്ന് നമ്മളെ ഏത് ഫലമാണ് കർത്താവിന് കൊടുക്കുന്നത്? നമ്മളായിരിക്കുന്ന സ്ഥാനത്ത്, നമ്മളെ ആക്കിയിട്ടിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾക്ക് നല്ല ഫലം കൊടുക്കുവാൻ കഴിയുന്നുവോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവിടെ കാണുവാൻ കഴിയുന്നു, കായ്ച്ചതോ കയ്പ് മുന്തിരിങ്ങ. ഇന്ന് പൽക്കാലം നമുക്ക് തീരുമാനമുണ്ട്. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതിനാ. കർത്താവ് തിരഞ്ഞെടുത്തത് എന്തിനാ? പ്രൈസ് ദി ലോർഡ്. ഫലം കായ്ക്കേണ്ടതിന്. സ്തോത്രം. കർത്താവ് തിരഞ്ഞെടുത്തത് എന്തിനാ? നിലനിൽക്കുന്ന ഫലം കായ്ക്കേണ്ടതിനാ തിരഞ്ഞെടുത്തത്. ഇന്നുമൽക്കാലം ഈ ലോകത്തിലെ അല്പഫലത്തിന് വേണ്ടി, ലോകത്തിലെ ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്നതിന് പുറകെയാണോ നമ്മൾ? അല്ലെങ്കിൽ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിൽ നിലനിൽക്കുന്ന, എന്ന് പറഞ്ഞാൽ നിത്യജീവനായിട്ടുള്ള ഫലം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിത്യതയിൽ കാണുവാനായിട്ടുള്ള ഫലം. നിത്യതയിൽ കാണുന്ന ഫലം എന്താ?
നോക്കി നമുക്ക് വായിക്കണമെന്നില്ല. ദാനിയേൽ 12:3 പറയുന്നു, അനേകരെ നീതിയുടെ വഴിയിലേക്ക് ഹല്ലേലൂയ നടത്തിയവർ ആകാശ മണ്ഡലത്തിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. ഈ ലോകത്തിൽ കുറച്ച് സ്വത്ത് വകകളോ മറ്റു കാര്യങ്ങളോ അതിന്റെ പുറകേക്ക് ഓടി അതൊക്കെ സമ്പാദിച്ച് അത് ഈ ലോകത്തിൽ ആവശ്യമായിട്ടുള്ളത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. സ്വത്ത് അതൊന്നും നിലനിൽക്കുന്നതല്ല, അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാൻ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഞാൻ ഉൾക്കൊണ്ട പറയുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നു, കർത്താവ് അതിനു വേണ്ടിയാണ് എന്നെ നിന്നെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് ഇന്നത്തെ പ്രസംഗത്തിൽ വലിയൊരു ഉണർവ് വരുന്നില്ലെങ്കിലും സ്തോത്രം, ഇന്നത്തെ വചനം നമുക്ക് ചിന്തിക്കുവാൻ ഇടയാകട്ടെ. പ്രൈസ് ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നിലനിൽക്കുന്ന ഫലത്തിനു വേണ്ടി, പ്രൈസ് ലോർഡ്, നല്ല ഫലത്തിനു വേണ്ടി ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ നല്ല ഫലം കൊടുക്കുവാൻ കഴിയുന്നുവോ? അതാണ് ഇപ്പൊ പത്രോസ് പറയുന്നത്. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുകയും ഇന്ന് പൽക്കാലം നമുക്ക് പിന്നെയും ഉറപ്പാക്കാം. പ്രൈസ് കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ ഫലം കായ്ക്കും. നീ എന്നെ തെരഞ്ഞെടുത്തത് അതിനാണല്ലോ. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതല്ല, നീ എന്നെ തെരഞ്ഞെടുത്തു. ഇന്ന് പൽക്കാലം പ്രൈസ് ലോർഡ്, നമ്മളെ തെരഞ്ഞെടുത്ത കർത്താവിന് മുമ്പിൽ നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാനായിട്ട് നമ്മളെ തന്നെ ഇന്ന് പൽക്കാലം സമർപ്പിക്കാം. ഞാൻ അവിടെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ എന്റെ സമയം എനിക്ക് നിർത്താൻ പറ്റത്തില്ല, എന്റെ പോയിന്റുകൾ പറയാൻ കഴിയത്തില്ല. ഗലാത്യർ 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാം. ഗലാത്യർ 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അവിടെ ഒരു വചനമുണ്ട്. അവിടെയും സ്തോത്രം, കർത്താവാണ് മുന്നോട്ട് ഇറങ്ങിയത്. സ്തോത്രം, അവിടെയും കർത്താവാണ് നമുക്ക് ആദ്യമായി ചെയ്യുന്നത്. ഗലാത്യർ 4:9. അവിടെ ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദുരിതരമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ്. ഇവിടെ ഞാൻ എടുക്കുന്ന പോയിന്റ്, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സ്വതം നമ്മൾ തിരഞ്ഞെടുത്തതല്ല, കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ പ്രൈസ് ലോർഡ്, സ്തോത്രം. നമ്മൾ കർത്താവിനെ അറിയാവുന്നതിന് ഒരു പരിധി, എത്ര പരിധിയുണ്ട് നമ്മുടെ ജ്ഞാനത്തിൽ. നമ്മൾ ദൈവത്തെ എങ്ങനെ ഇന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിന്തിക്കും, ഈ ഭൂമി എങ്ങനെ ആദ്യം ഉണ്ടായി, ആദ്യമേ ദൈവം ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കടന്നു പോകും. ഇതിനൊരു പ്രാരംഭം എങ്ങനെ ഉണ്ടായി? നമ്മുടെ ബുദ്ധി കൊണ്ട് ഇതൊക്കെ ഗ്രഹിക്കുവാനോ ചിന്തിക്കുവാനോ കഴിയും? ഒന്നും കഴിയത്തില്ല. സ്തോത്രം. ഈ ഭൂമി തന്നെ എത്ര വലുതാ. എന്നാൽ മറ്റ് ഈ സൗരഭൂമത്തിന്റെ ഇതില് സ്തോത്രം, ഈ ഏറ്റവും ചെറിയ ഒരു സംഭവമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. ഇതേക്കാട്ടും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട്. ഗ്രഹങ്ങൾ തന്നെ എത്രയോ 1000 മടങ്ങ് വലിയ ഗ്രഹങ്ങളുണ്ട്. ഏറ്റവും ചെറുതാണെങ്കിലും ഈ ഭൂമിയുടെ ഏതോ ഒരു കോണിലാണ് ഞാനും നിങ്ങൾ. അതിന്റെ മധ്യത്തിൽ തന്നെ നമ്മള് കണ്ണിൽ പോലും കാണാത്തൊരു സംഭവമാണ് ദൈവത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും ഐഡന്റിഫൈ പോലും ചെയ്യാൻ കഴിയാത്ത ഒരു ജീവനോ അല്ലെങ്കിൽ ജീവിതമോ നമുക്കുള്ളൂ. എന്നാൽ കർത്താവ് എന്ത് ചെയ്യുന്ന പറയുന്നത്? സ്തോത്രം, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നമ്മളെ അറിഞ്ഞു. നമ്മൾ ദൈവത്തെ സ്തോത്രം അറിഞ്ഞു. നമ്മുടെ അറിവ് എത്ര ഉണ്ട്? നമുക്ക് നാളത്തെ കുറിച്ചുള്ള ഒരറിവ് നമുക്കില്ല. വേണ്ട, ഈ ഇന്ന് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇന്ന് 1 മണിക്കൂറിന് ശേഷം നമ്മൾ എവിടാണെന്ന് പോലും നമുക്കറിയത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ, നമ്മുടെ ആയുസ്സോ ആരോഗ്യമോ കാര്യമോ നമ്മുടെ തലമുറയുടെ കാര്യമോ നാളത്തെ കാര്യമോ ഇന്നലകളെ പോലും നമ്മൾ പലപ്പോഴും മറന്നിട്ടുണ്ട്. നമുക്കൊന്നും അറിയത്തില്ല. നമ്മൾ ദൈവത്തെ അറിയുന്നതിലും ഏറ്റവും ഉപരിയായി സ്തോത്രം വിശേഷാൽ വേണ്ട, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അറിയുന്നതിലും ഏറ്റവും ഉപരിയായി സ്തോത്രം കർത്താവ് നമ്മളെ വിശേഷാൽ അറിഞ്ഞിരിക്കുകയാണ്. ഞാനും നിങ്ങളും കർത്താവിനാൽ വിശേഷാൽ, ഇപ്പോഴും ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ, എന്റെ കാര്യങ്ങളെ വിശേഷാൽ അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നെ വിശേഷാൽ ഗമനിക്കുന്ന ദൈവമുണ്ട്. വിശേഷാൽ എന്റെ കാര്യത്തിൽ അതിലൊരു പ്രത്യേക സ്തോത്രം സ്നേഹവും പ്രത്യേക കരുതലും പ്രത്യേക നടത്തിപ്പും നടത്തുന്ന ഒരു ദൈവം എനിക്ക് നിങ്ങൾക്കുണ്ട് പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മളെ വിശേഷാൽ അറിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്, എന്നെ വിശേഷാൽ കരുതുന്നത് കൊണ്ടാണ്, എന്നെ വിശേഷാൽ നടത്തുന്നത് കൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത്. എനിക്കത് പൂർണ്ണമായിട്ട് പറയാൻ കഴിയും. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴോ തട്ടിപ്പോയനെ, ഞാൻ എപ്പോഴോ എന്തൊക്കെയോ ആയിപ്പോയനെ.
സഹോദരൻ, നാല് വിശേഷാൽ എനിക്ക് വേണ്ടി കരുതിയ ഒരു കർത്താവ്, വിശേഷാൽ എന്നെ അറിയുന്ന ഒരു കർത്താവ്. പ്രബലി പറയുന്ന 103 സങ്കീർത്തനത്തിൽ പറയുന്നുവല്ലോ, അതിന്റെ 12-13 ആണെന്ന് തോന്നുന്നു, അവിടെ കാണാൻ കഴിയുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നല്ലോ, നാം പൊടിയെന്നവൻ ഓർക്കുന്നു. നമ്മുടെ പ്രകൃതി അറിയും, നമ്മുടെ സ്വഭാവം. നമ്മുടെ ഭാര്യയ്ക്ക് പോലും ചിലപ്പോൾ എല്ലാം അറിയണമെന്നില്ല, ഭർത്താവിന് പോലും എല്ലാം അറിയണമെന്നില്ല, സ്നേഹിതരോട് നമ്മളെല്ലാം പകർത്തണമെന്നില്ല. കാരണം പകർത്തുവാനോ കഴിയാത്ത അനേക സ്വഭാവമൊക്കെ നമ്മളിൽ കണ്ടെന്ന് വരാം. ഞാൻ പറയുന്നത്, എന്നാൽ നമ്മുടെ പ്രകൃതി ഉള്ളതുപോലെ അറിയുന്ന കർത്താവ്, നമ്മളെ ഉള്ളതുപോലെ. നമുക്ക് രണ്ടുപേർക്ക്, എനിക്കും നമ്മുടെ ദൈവത്തിനും, അല്ലെങ്കിൽ എനിക്കും എന്റെ തമ്പുരാനുമേ എന്നെ അറിയത്തുള്ളൂ. വേറെ ആർക്കും കംപ്ലീറ്റ് എന്നെ അറിയും. ഭാര്യയ്ക്ക് ഒരു മിതിയുണ്ട്, ഭർത്താവിനൊരു ഒരു പരിമിതിയുണ്ട്, മക്കൾക്കൊരു പരിമിതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. നമ്മളെ ശരിക്കും അറിയാവുന്ന രണ്ടുപേരോളൊന്നും നമ്മളെ സൃഷ്ടിച്ച ദൈവവും നമ്മൾ മാത്രമേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കാര്യങ്ങൾ പലതും, മുമ്പോട്ടുള്ള കാര്യങ്ങൾ പലതും അറിയത്തില്ല. പുറമോട്ട് പിമ്പിൽ നടന്ന സംഭവങ്ങളെ പലതും നമ്മൾ ഓർക്കണമെന്നില്ല. ഇന്ന് വലിയൊരു രോഗം എന്നുള്ളത് ഓർമ്മ കുറവാണ്. ഇന്നലെ ഉള്ള സംഭവം ഇന്ന് നമുക്ക് അറിയത്തില്ല. ഒത്തിരി പേര് അങ്ങനെ പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ആണോ എന്തെന്ന് അറിയത്തില്ല. സ്തോത്രം. ഇന്ന് വൽക്കാലം. എന്നാൽ നമ്മൾ മറന്നാലും നമ്മളെ അറിഞ്ഞ ഒരു ദൈവമുണ്ട്. നമ്മുടെ മുമ്പോട്ടുള്ളത് അറിഞ്ഞൊരു ദൈവമുണ്ട്. നമ്മൾ 1 മണിക്കൂറിന് മുമ്പോട്ടുള്ളത് അറിയുന്ന ഒരു ദൈവമുണ്ട്. കാരണം അവൻ നമ്മളെ വിശേഷാൽ അറിഞ്ഞിരിക്കുന്ന ദൈവം. അതുകൊണ്ട് വിശേഷാൽ അറിഞ്ഞ കർത്താവിന്റെ സന്നിധിയിലെ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഇപ്പോഴോ ദൈവത്തെ നിങ്ങൾ അറിഞ്ഞും, ഈ ദൈവത്തെ അറിയുവാനുള്ള ഭാഗ്യം സ്വർഗം നമുക്ക് നൽകി. സ്തോത്രം. എന്നാൽ അവൻ അവനെ അറിയുന്നതിലും എത്രയോ മടങ്ങ് നമ്മുടെ കാര്യങ്ങൾ വിശേഷാൽ അറിയുന്നവൻ, അവൻ വിശേഷാൽ സ്നേഹിക്കുന്നവൻ, വിശേഷാൽ കരുതുന്നവൻ, വിശേഷാൽ നടത്തുന്നവൻ. അവൻ വിശേഷമായി നമ്മളെ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മളെ അവൻ കണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, അനേക ഭക്തന്മാരോട് അവൻ പറയുവാനിടയായി. അവിടെ ദാനിയേലിനോട് പറയുന്നു, നീ എന്റെ അതിപ്രിയനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ അതിപ്രിയന്മാരായിട്ട് ദൈവം അറിഞ്ഞിരിക്കുക, നമ്മുടെ മക്കളായിട്ട് അറിഞ്ഞിരിക്കുക. നമ്മൾ ഇതിനൊന്നും യോഗ്യതയില്ലാത്തതായിരുന്നു. നമ്മളേതോ വെളിമ്പറമ്പിൽ കടന്നവർ, പാപത്തിന്റെ അടിമത്തിൽ കടന്ന നമ്മളിൽ അനേകരെ കർത്താവ് ആ ഒരു കാനായിലെ കല്യാണത്തിൽ ആ കൽപാത്രങ്ങൾ എങ്ങനെ കഴിക്കാതെ, ഹല്ലേലൂയ, കണ്ണിൽപ്പെടാതെ കടന്നതായിരിക്കാം. എന്നാ കർത്താവ് പറഞ്ഞ് അതിനെ കഴുകുവാൻ പറഞ്ഞു. സ്തോത്രം. അതിൽ ശുദ്ധവെള്ളം നിറയ്ക്കുവാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ ശുദ്ധവെള്ളം നിറച്ച് അല്ലെങ്കിൽ നിങ്ങൾ പകർന്നു കൊടുക്കുവാൻ പറഞ്ഞു. അത് നല്ല നല്ല ദ്രാക്ഷാരസമായി, നല്ല വീഞ്ഞായി കർത്താവ് മാറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇതല്ലായിരുന്നോ അനുഭവം? പ്രൈസ് ദി ലോർഡ്. നമ്മളെ കർത്താവ് വിശേഷാൽ കണ്ടു, വിശേഷാൽ അവൻ തെരഞ്ഞെടുത്തു, വിശേഷാൽ അവൻ അറിഞ്ഞു, അവൻ നമ്മളെ കഴുകി ശുദ്ധീകരിച്ചു. ഇന്ന് അനേകർക്ക് പ്രയോജനമാകുന്ന നിലയിൽ സ്വർഗം നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇതുപോലെ കാലം അവന്റെ കരങ്ങളിലാണ് നമ്മൾ. നമ്മുടെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ അവന്റെ കരങ്ങളില്ല, നമ്മുടെ തലമുറയുടെ കാര്യങ്ങൾ അവന്റെ കരങ്ങളില്ല. കാരണം നമ്മുടെ ഭാവി അറിയുന്ന ദൈവമാണ്, വിശേഷാൽ അറിയുന്ന ദൈവമാണ്. നമ്മൾ ഒന്നും കൊണ്ട് ഭാരപ്പെടേണ്ട, നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ. നിന്ന് ഞാൻ രാവിലെ വേറൊരു കന്നഡ ഗ്രൂപ്പ് ഞാൻ കൊടുക്കുകയായിരുന്നു. അവിടെ ഞാൻ ദൈവത്തിന്റെ വചനം പറയാനിടയായി. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഉള്ളം കയ്യിൽ നമ്മളെ വരച്ചിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ മതിലുകളും അവൻ എണ്ണിയിരിക്കുന്നു. അവന്റെ മതിലുകളും അതിന്റെ ഇന്ന് CCTV ഉണ്ട്. ഇന്ന് പലരുടെ വീട്ടിൽ CCTV കൊടുത്ത് വെക്കുന്നതിനൊന്നും തെറ്റില്ല. എന്നാലും സ്തോത്രം, അതും ഫൈലായി പോയെന്ന് വരാം. CCTV ഫൈലായി പോയെന്ന് വരാം. എന്റെ നിന്റെ വിശേഷാൽ അറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണ് ഒരിക്കലും ഫൈലാകുകയില്ല. അവിടെ കാണുവാൻ കഴിയുന്നു, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുമില്ല, ഉറങ്ങുമില്ല. യഹോവയുടെ പരിപാലകൻ. CCTV ചിലപ്പോൾ ഒരു പക്ഷേ 1 മണിക്കൂറ് ഓഫായെന്ന് വരാം. സ്വർഗത്തിലെ CCTV ഒരിക്കലും ഓഫ് ആകത്തില്ല. അവൻ നമ്മളെ അറിയുന്നവനും നമുക്ക് വേണ്ടി ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ലോർഡ്, എന്ന ദൂതനെ ഇറക്കുന്നവനുമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രൈസ് ലോർഡ്. ഇന്ന് വൽക്കാലം അങ്ങനെ വലിയൊരു ദൈവത്തിന്റെ കരങ്ങളിലാണ് ഞാനും നിങ്ങളും. വിശേഷാൽ അറിയുന്ന കർത്താവിന്റെ കാര്യങ്ങളിൽ ഒന്നും മറച്ചു വെക്കാതെ സ്വർഗ ദൈവത്തിൽ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഞാൻ വേറൊരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ നമുക്ക് 1 യോഹന്നാൻ 4:19 വായിച്ച്, അവിടെയും കർത്താവാണ് നമുക്ക് വേണ്ടി ചെയ്തത്. 1 യോഹന്നാൻ 4:19 അവിടെ കാണാൻ കഴിയുന്നു. 1 യോഹന്നാൻ 4:19. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പയക്കുകയും ചെയ്താൽ കള്ളനാകുന്നു. അവൻ ആദ്യം നമ്മളെ സ്നേഹിച്ചത് കൊണ്ട്, എല്ലാവരും കേൾക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദൈവത്തെ സ്തുതിക്കാം. അവൻ ആദ്യം നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പും ആദ്യമായിട്ട് അവൻ നമ്മളെ തെരഞ്ഞെടുക്കും. നമ്മൾ അറിയുന്നതിലും കൂടുതൽ ദൈവം നമ്മളെ അറിഞ്ഞു. മൂന്നാമത് നോക്കുമ്പോൾ അവൻ ആദ്യം നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് എന്താണ്? പ്രൈസ് ദി ലോർഡ്. അവൻ ആദ്യം നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കും. അവൻ ആദ്യം നമ്മളെ സ്നേഹിച്ചു. കർത്താവിന് സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് പകർന്നത്. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് സാധ്യത ഉണ്ടായത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഇന്ന് ഏതേലും അമ്പലങ്ങളിലോ മറ്റു സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇന്ന് സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങിയേനെ. ഒരു ദിവസം വിളിച്ചും പറഞ്ഞു, സാധാരണ 6 മണി വരെ ഉറങ്ങും എല്ലാവരും എന്നിങ്ങനെ പറയാനിടയായി. സ്തോത്രം. ഞാൻ പറഞ്ഞു, ഞാൻ 4 മണിക്ക് എണീക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞ ഉദ്ദേശം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, നമ്മളെ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്. ഇതുപോലെ കാലം അവനാദ്യം നമ്മളെ സ്നേഹിച്ചു. തന്റെ ഏകനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ നൽകേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവന്റെ സ്നേഹത്തിന്റെ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ആ വലയത്തിൽ അവൻ നമ്മളെ പെടുത്തുവാൻ. പ്രൈസ് ദി ലോർഡ്. അവനാദ്യം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് നമ്മൾ അവനെ സ്നേഹിക്കുക കേട്ടോ. എല്ലാത്തിനും ആദ്യമേ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ഫസ്റ്റ് എന്ന് ചില വീടിന്റെ കട്ടൽപ്പടിയിൽ എഴുതി വെച്ചേക്കും. ചില കാറിൽ കാണും ഗോഡ് ഫസ്റ്റ് എഴുതി വെച്ചേക്കുന്ന പോലെ തന്നെ ആയിരിക്കണമെന്നേ ഉള്ളൂ. സ്തോത്രം. ഗോഡ് ഫസ്റ്റ് എന്ന് എഴുതിയിട്ട് ഗോഡിന് ലാസ്റ്റ് സ്ഥാനം കൊടുക്കാൻ പാടില്ല. അവനാദ്യം നമ്മളെ സ്നേഹിച്ചു. കാലം നമ്മളെ സ്നേഹിച്ച ഒരു ദൈവത്തെ, തന്റെ ജീവനെ കൊടുത്തു സ്നേഹിച്ച ഒരു ദൈവത്തെ, ആടുകൾക്ക് വേണ്ടി എന്റെ ജീവനെ ഞാൻ വെച്ചേക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ വെച്ചു കൊടുത്ത പ്രൈസ് ദി ലോർഡ്, സ്തോത്രം ചെയ്യും. യഥാർത്ഥ ഒരു സ്നേഹം ഇന്ന് ലോകത്തിൽ എവിടാ ഉള്ള സ്നേഹം? അവരുടെയും സ്നേഹം തണുത്തു പോയെന്നാ പറയുന്നത്. നമ്മുടെ അനുഭവം അല്ലേ? പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥ സ്നേഹം ഇന്നും കാണുവാനില്ല. എന്നാൽ കർത്താവിന്റെ സ്നേഹത്തിന് ഒരു മാറ്റവുമില്ല. കർത്താവിന്റെ സ്നേഹത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആരും ഇന്ന് ലോകത്തിൽ കാണത്തില്ല. കർത്താവിന് നമ്മളുള്ള ദീർഘക്ഷമയ്ക്ക്, അല്ലെങ്കിൽ ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ വേറൊരു ഭാഗമാണ്. സ്തോത്രം. നമ്മൾ ഓരോരുത്തരോട് ദീർഘമായി ക്ഷമിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ അവരോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവിന് ദീർഘക്ഷമ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ കാണത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം അവനാദ്യം നമ്മളെ സ്നേഹിച്ചു. നമ്മൾ പിന്നെ അവനെ സ്നേഹിച്ചു. അവൻ സ്നേഹിച്ചത് കൊണ്ടാണ് നമ്മൾ സ്നേഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതാണ് അഗപ്പെ സ്നേഹം. ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ പാവികളായ ബൈബിൾ പറയുന്നു. അതെങ്ങനെയാ സ്നേഹിച്ചത്? നമ്മൾ പാവികളായിരുന്നപ്പോൾ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിൽ അവന്റെ സ്നേഹം അവിടെ കാണിക്കാൻ വേണം. വെറും വായു കൊണ്ടുള്ള സ്നേഹമാണ്. നമ്മളെ 1 കൊരിന്ത്യൻസ് 14-ാം അധ്യായത്തിൽ പറയുന്നു, സ്നേഹം ആചരിപ്പിൻ എന്നാ പറയുന്നത്. സ്നേഹം ആചരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തിയിൽ കാണിക്കും. സ്തോത്രം. യാക്കോബിലും പറയുന്നുണ്ടല്ലോ, ഒരാള് ഒരു നിവൃത്തിയില്ലാത്ത ഒരു ആള് കടന്നു വരുമ്പോൾ, ഞാൻ കൂടുതലും കന്നഡയൊക്കെ വായിക്കുന്നുണ്ട്, മലയാള വാക്കുകൾക്ക് അത്രത്തോളം അറിയത്തില്ല. നിവൃത്തിയില്ലാത്ത ഒരാൾ കടന്നു വരുമ്പോൾ, സ്തോത്രം, നിങ്ങൾ പോയി വിശന്നു വരുമ്പോൾ നിങ്ങൾ പോയി ഈ കായുക എന്ന് പറഞ്ഞിട്ട് അവന് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നാൽ, സ്തോത്രം, നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്നേഹം എന്നാ പറയും. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, സ്നേഹം അഭ്യസിക്കണം. സ്തോത്രം. സ്നേഹം എന്ന് പറഞ്ഞാൽ, സ്തോത്രം, കൊടുത്തും സ്നേഹിക്കുവാൻ. സ്നേഹത്തിന് ചെലവുണ്ട്. സ്നേഹത്തിന് വെറും കൊടുക്കുന്നത് മാത്രമല്ല സ്നേഹം. ചിലർക്ക് കൊടുക്കുമ്പോൾ മാത്രമുള്ള സ്നേഹമുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ കൊടുത്ത് സ്നേഹിപ്പിക്കുക എന്നുള്ളതല്ല. യഥാർത്ഥ സ്നേഹിക്കുന്നവൻ, സ്തോത്രം, അതിന് ചെലവും ചെയ്ത് സ്നേഹിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. കാരണം കർത്താവ് വായു കൊണ്ട് മാത്രം സ്നേഹിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ പാപത്തിൽ തന്നെ കിടന്നേനെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വായു കൊണ്ട് മാത്രം സ്നേഹിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അനേക ബന്ധനങ്ങളിൽ അകപ്പെട്ട് അവിടെ തന്നെ കിടന്നേനെ, നമ്മളെ വിടുവിക്കപ്പെടുത്തും. കർത്താവ് വായു കൊണ്ട് മാത്രം സ്നേഹിച്ചിരുന്നെങ്കിൽ നമ്മുടെ അവിധേയത്വത്തിലെ, നമ്മുടെ ഡിസൊബീഡിയന്റിലെ നമ്മൾ പെട്ടുപോയി നമ്മൾ ഇന്ന് പിന്മാറ്റക്കാരായത്. അവിടെ എല്ലാം നമ്മളെ തട്ടി ഉണർത്തി, ഏത് പരിശുദ്ധാത്മാവ് നമ്മളെ ഉണർത്തി, അല്ലെങ്കിൽ നമുക്ക്, സ്തോത്രം, നമ്മൾ മനം തിരിയാൻ തക്കോണം സഹായിച്ചു. നമ്മൾ അവിടത്തേക്ക് നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തില്ല. ബൈബിളിൽ പറയുന്ന, അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു.
നമ്മളോട് കരുണ തോന്നുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പൽക്കാലം നമ്മളോട് വായിച്ച വചനം പോലെ അവനാദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മളെ തെരഞ്ഞെടുത്തു. സ്തോത്രം. നമ്മൾ അറിയുന്നതിലും കൂടുതൽ നമ്മളെ അറിഞ്ഞു. നമ്മൾ സ്നേഹിച്ചതല്ല, നമ്മളെ അവൻ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പിന്നൊരു വചനത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. പിന്നൊരു വചനം ഇങ്ങനെയുണ്ട്. 73-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യം. 73-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യം. എടുത്തവര് വായിക്കാം. 73-ന്റെ 23 കാണുവാൻ കഴിയുന്നു. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലങ്കൈ പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ എത്തിക്കും. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു പിതാവും ഒരു കുഞ്ഞു പൈതലും അല്ലെങ്കിൽ ഒരു ബാലകനും ഒരു കുഞ്ഞും നടന്നു പോകുമ്പോൾ ആ പിതാവിന്റെ കയ്യിൽ ആ കുഞ്ഞ് പിടിക്കുന്നതാണോ സേഫ്റ്റി, കുഞ്ഞിന്റെ കയ്യിൽ പിതാവ് പിടിക്കുന്നതാണോ സേഫ്റ്റി? സ്തോത്രം. ആ ചോദ്യം എന്നോട് ചോദിച്ചു. നിങ്ങൾ പലരോട് ചോദിച്ചാൽ നല്ലൊരു മറുപടിയെ പറയത്തുള്ളൂ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ആ പിതാവിന്റെ കൈ കുഞ്ഞിന്റെ കരത്തിലേക്ക് മുറുകെ പിടിക്കുന്നതാണ് സേഫ്റ്റി. കാരണം പിതാവിന്റെ കയ്യിൽ കുഞ്ഞ് കയറി പിടിച്ച് ആ കുഞ്ഞ് കൈ കൊണ്ട് കയറി പിടിച്ചു കഴിഞ്ഞാൽ പിതാവിന്റെ സ്തോത്രം അത് സേഫ്റ്റി അല്ല. എന്തുവേലും സ്തോത്രം പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ കൈ പിതാവിന്റെ കയ്യിൽ നിന്ന് അതെന്തായി പോവും, മാറി കുഞ്ഞിന് അപകടം സംഭവിക്കും. എന്നാൽ നമ്മുടെ ദൈവം എങ്ങനെ നമ്മളെ പിടിച്ചിരിക്കുന്നത് ഇവിടെ കാണാൻ കഴിയുന്നു. ഒരു പ്രാവശ്യം വായിക്കാം. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. കർത്താവ് നമ്മളെ പിടിച്ചത് നടത്തുന്നത് കൊണ്ടല്ലേ ഞാനും നിങ്ങളും പ്രൈസ് ലോർഡ് സുരക്ഷിതരായിരിക്കുന്നത്. കർത്താവ് നമ്മളെ നമ്മുടെ വലങ്കൈ പിടിച്ചിരിക്കുക. സ്വതന്ത്രം. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. നോക്കിക്കേ, കർത്താവ് നമുക്ക് ആലോചന പറഞ്ഞു തരും. ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഒരു ദൈവവേദനായി ജീവിക്കേണ്ടതിന്, ഈ ലോകത്തിൽ ജീവിക്കേണ്ട ആവശ്യമായ പ്രൈസ് ലോർഡ് ജ്ഞാനം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുവാനിടയാകും. നോക്കി, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. പിന്നെ എങ്ങനെയാണെങ്കിൽ നമ്മുടെ കരം പിടിച്ച് ആലോചന പറഞ്ഞു തന്ന് ഈ ലോക ജീവിതം കൊണ്ട് നമ്മൾ അവസാനിക്കുന്നില്ല. സ്തോത്രം. ഈ ലോക ജീവിതം കഴിഞ്ഞാലും ഒരു മഹത്വത അല്ലെങ്കിൽ ഒരു മഹത്വം അല്ലെങ്കിൽ ഒരു നിത്യജീവൻ തന്നോടുകൂടെ നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പ്രൈസ്. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവിന്റെ കരത്തിൽ നാം പിടിച്ചതല്ല, അവൻ നമ്മളെ കരം പിടിച്ച് ഓരോ ദിവസവും നടത്തുകയാണ്. അവൻ നമ്മളെ കരം പിടിച്ച് ഓരോ ദിവസവും നടത്തുകയാണ്. ഞാൻ പിടിച്ചാൽ എനിക്ക് എത്ര മുമ്പോട്ട് പോകാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മളെ പിടിച്ചിരിക്കുക. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നമ്മളെ പിടിച്ചിരിക്കുക. ഓ സ്തോത്രം. അവൻ നടത്തേണ്ടത് പോലെ അവന്റെ കരത്തിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നടത്തേണ്ടത് പോലെ നടത്തും. നമ്മൾ പലപ്പോഴും അവന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് നമ്മൾ നടക്കുന്ന പാതയിൽ ഇടർച്ചകൾ ഉണ്ടാകുന്നത്. നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കേണ്ടതുപോലെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. നീ എന്നെ വലങ്കൈ പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. അവന്റെ കരങ്ങളിൽ കർത്താവെ നീ എന്നെ പിടിച്ചു നടത്തണമേ അപ്പാ, നീ എന്നെ ഒന്ന് പിടിച്ചു നടത്തണമേ എന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ നമ്മളെ പിടിച്ചു നടത്തും. നല്ല ആലോചനയിൽ നടത്തും. നമ്മുടെ വഴികളെല്ലാം വളരെ സുഗമമായി സ്വർഗീയ ദൈവത്തിന്റെ ആലോചനയിൽ നടക്കുന്ന 1 സംഘത്തിൽ പറയുന്ന പോലെ അവ ചെയ്യുന്നതൊക്കെയും സാധിക്കും. കാലം വലിയൊരു വിടുതല കർത്താവിന്റെ കാര്യങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ വലിയൊരു വിടുതല. സ്വതന്ത്രം. ഈ ലോകത്തിൽ മാത്രമാണ് അല്ല, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് നമ്മളെ എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. മഹത്വത്തിലേക്ക് ഒരു മഹത്വവും വെച്ചിട്ടുണ്ട്. ഈ ലോക ജീവിതം ഒരു ഭക്തന് ഈ ജീവിതം കൊണ്ട് അവൻ അവസാനിക്കുന്നില്ല. ഒരു ഭക്തന്റെ യഥാർത്ഥമായ ജീവിതം സ്വർഗത്തിൽ തന്റെ സ്തോത്രം ആ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് ആ ജീവിതം യഥാർത്ഥമായിട്ട് തുടങ്ങുന്നത്. ഇന്ന് വൽക്കാലം അവൻ എന്നെ കഴിഞ്ഞ ഒരു പ്രാവശ്യം കൂടെ വായിച്ചു നിർത്തുന്നു. നീ എന്നെ വലങ്കൈ പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ
മഹത്വത്തിലേക്ക് എന്നെ ചേർത്ത് പോകുന്നു. നമ്മളെ തിരഞ്ഞെടുത്ത നല്ല ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ നന്നായി അറിയുന്ന നല്ല ദൈവം. സ്തോത്രം. നമ്മളെ സ്നേഹിച്ച നല്ല യേശു. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, നമ്മുടെ കരം പിടിച്ച് നമ്മളെ നടത്തുന്ന നല്ല യേശു. നമ്മളെ പിന്നെ നല്ല ആലോചന പറഞ്ഞൊരു നല്ല യേശു. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് നമ്മളെ ചേർക്കുന്ന നല്ല യേശു. ഈ കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ സമ്പൂർണ്ണമായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നൽക്കാലം ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെല്ലാവരോടും എന്നോട് കർത്താവ് സംസാരിച്ചു, നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വലിയൊരു ഉണർവോ വലിയൊരു ആഘോഷമുള്ള ഒരു പ്രശ്നം കേട്ടില്ലെങ്കിലും അതിൽ കർത്താവിന്റെ വചനം ഇന്ന് പൽക്കാലം കേൾക്കുവാൻ ഇടയായി. ഇതിന് പൂർണ്ണമായി നമ്മളെ സമർപ്പിക്കാം. എന്നെ വിളിച്ച ആഹ്വാനം ചെയ്ത കർത്താവിന്റെ ദാസനെയും ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും വളരെ നന്ദി കരയറ്റുന്നു. ഞങ്ങൾ കർണാടകയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. പ്രൈസോ, എന്റെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ദൈവം ധാരാളമായിട്ട് സഹായിക്കും. ഞാൻ ദിവ്യാസനെ ഏൽപ്പിക്കുകയാണ്. ഹാൻഡ് ഓവർ ചെയ്യുന്നു.